ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായസ് ട്രാവൽ വ്ളോഗ്സ്. ഒരു നീണ്ട യാത്രയ്ക്ക് പോവുകയാണ്. ബാഗൊക്കെ കുറച്ച് കൂടുതൽ തുണികളും ഒക്കെ ആയിട്ട് പോകുന്നു. അതായത് ഒരു 5 ദിവസത്തെ ട്രിപ്പാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് 5 ഡേയ്സ് മാറി നിൽക്കുന്നത്. 3 ദിവസത്തിൽ കൂടുതൽ ഞാൻ മാറി നിന്നിട്ടില്ല. അപ്പോൾ പൊടുവിനെ വിട്ട് പോകുന്നതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട്. ഇപ്പോൾ ആളിവിടെ സ്ഥലത്തില്ല, അനുവിൻ്റെ കൂടെ പുറത്ത് പോയിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോണേ. സ്ഥലം അറിയണ്ടേ? മാംഗ്ലൂർ ആൻഡ് ഉടുപ്പി. ഓക്കെ, ഒരു ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവർ വന്നിട്ടുണ്ട്. വാഹനത്തിൽ കയറുന്നു, പോകുന്നു. രാജധാനി എക്സ്പ്രസ്സിലാണ് യാത്ര. രാത്രി 7:15. ഇപ്പോൾ സമയം 6:15 ഓൾമോസ്റ്റ്. ഓക്കെ, ഈ സ്പീഡപ്പ് ചെയ്യാം. ട്രെയിൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഇനി കമ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് AC ആണ് അങ്ങോട്ട് പോകാം. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, 3 പേരുണ്ട്. ക്യാമറാമാൻ ആൻഡ് ക്യാമറ അസിസ്റ്റൻറ്റ് ആൻഡ് മൈസെൽഫ്. അപ്പോൾ എൻ്റെ ബാഗ് കാര്യങ്ങളെല്ലാം എടുക്കാൻ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആളുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഹാൻഡ് ബാഗ് മാത്രമേ കയ്യിൽ പിടിച്ചിട്ടുള്ളൂ. അതെല്ലാം അവരെ ഏൽപ്പിച്ചിരിക്കുക. ക്യാമറാമാൻ ഈസ് വർക്കിംഗ്. ക്യാമറാമാൻ്റെ അസിസ്റ്റൻറ്റ് ഈ സഹായങ്ങളെല്ലാം ചെയ്തു. AC കോച്ച് A1 ഫസ്റ്റ് AC എന്ന് പറയുമ്പോൾ കുറച്ച് ഫ്രണ്ടിലാണെന്ന് തോന്നുന്നു. ഇത് എൻജിൻ്റെ തൊട്ട് ബാക്കിലുള്ള കമ്പാർട്ട്മെൻ്റ് കേട്ടോ, ബോഗി. C ആണ്. സിക്കകത്ത് കയറാം. അതൊരു സ്ലൈഡിങ് ഡോർ. ഓക്കെ, വിൽ ഗോ ഇൻസൈഡ്. അതായത് നമ്മളിപ്പോൾ രാജധാനി എക്സ്പ്രസ്സിലാണ് സഞ്ചരിക്കുന്നത്. രാജധാനി എക്സ്പ്രസ് നല്ല പ്രീമിയം ട്രെയിനായിരുന്നു ഒരു കാലത്ത്. നമ്മുടെ വന്ദേ ഭാരതൊക്കെ വരുന്നതിന് മുമ്പ് ഇതായിരുന്നു ഇറ്റ് വാസ് സപ്പോസ് ടു ബി ഏറ്റവും ബെസ്റ്റ് ഫാസ്റ്റായിട്ട് പോണത്. ഇത് 11 hours എടുക്കും നമ്മൾ മംഗലാപുരം എത്താൻ, മാംഗ്ലൂർ. ഫസ്റ്റ് AC-ലാണ്. ടിക്കറ്റ് ഇത് മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ബുക്ക് ചെയ്തു. 4 പേർക്ക് ഉള്ള കപ്പാസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ സെറ്റിൽ ഡൗൺ ചെയ്യാം. അപ്പോൾ ഇന്നിപ്പോൾ രാത്രി 7:15 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 7 മണി ആയിട്ടില്ല, ഞാൻ ഓടി എത്തിക്കഴിഞ്ഞു. ഇനി എല്ലാവർക്കും സെറ്റാക്കിയിരിക്കും. രാവിലെ ഏർലി മോർണിംഗ് 5 o'clock നമ്മൾ മംഗലാപുരം എത്തുന്നത്. അതുവരെ ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം, എന്ത് വഴിയില്ലാതെ. ഓക്കെ, യെസ്. അങ്ങനെ ട്രെയിനിൻ്റെ അകത്ത് കയറി സമാധാനമായി. എനിക്ക് സത്യം പറഞ്ഞാൽ എപ്പോഴും പേടിയാണ്, ഭയങ്കര ടെൻഷനാണ് ട്രെയിനിൽ പോകുമ്പോൾ. കാറിൽ പോകുന്നതിൻ്റെ ഒരു കംഫർട്ട് എനിക്ക് ഒരിക്കലും കിട്ടാറില്ല. കാരണം സമയത്തിന് കയറണം, പിന്നെ സമയത്തിന് ഇറങ്ങണം. പിന്നെ ഇപ്പോൾ ഇത് രാവിലെ 5 മണിക്ക് അവിടെ എത്തുമ്പോൾ ഉറങ്ങി പോവുകയാണെങ്കിൽ ദൈവം ഇത് നിസാമുദ്ദീനിലേക്ക് പോകണം. ഡൽഹിയിൽ ഉച്ചയ്ക്ക് എത്തുന്ന ട്രെയിനാണ്, അവിടെ പോയിട്ട് തിരിച്ചു വിടേണ്ടി വരും. എനിവേ, കൂടെ ആൾക്കാരുള്ളത് കൊണ്ട് കുറച്ച് സപ്പോർട്ടാണ്, വലിയ പ്രശ്നമില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ ഫസ്റ്റ് AC തന്നെ കിട്ടിയിരിക്കുന്നത്. വേറെ ഒരു ടിക്കറ്റ് അവൈലബിൾ. ഇത് തന്നെ എമർജൻസി കോട്ടയൊക്കെ റിലീസ് ചെയ്താണ് ഇറങ്ങിയിരിക്കുന്നത്. തിരിച്ചുള്ളത് നമുക്ക് കൺഫേം ആയിട്ട് കിട്ടി. അപ്പോൾ ഒരു 4 ദിവസം ഫുൾ അവിടെ. 5ാമത്തെ ദിവസം തിരിച്ചു വരും. തിരിച്ചു വരുന്ന ദിവസം ഉച്ചയ്ക്ക് അവിടെ നിന്ന് കയറി രാജധാനി തന്നെയാണ്. രാത്രി ഇവിടെ എത്തും. രാത്രി ഒരു 11:30 ആകുമ്പോൾ ട്രിവാൻഡ്രം സെൻട്രലിൽ. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞിട്ട് വീണ്ടും ട്രെയിനിൽ യാത്ര ചെയ്തു. ഇനി എൻ്റെ സഹയാത്രികർ ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല. 4 പേർക്കുള്ള സ്പേസ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇനി രാത്രിത്തെ ഭക്ഷണമൊക്കെ കഴിക്കാം. രാത്രി ആയതുകൊണ്ട് വെളിയിലുള്ള വ്യൂ ഒന്നും കാണിച്ചു തരാൻ പറ്റില്ല. ഇത് 22 സ്റ്റോപ്സാണ് ഇതിലുള്ളത് ടോട്ടൽ. അത് കഴിയുമ്പോൾ നമ്മളൊരു 11 സ്റ്റോപ്പ് കഴിയുമ്പോൾ നമ്മൾ ഇറങ്ങും മംഗലാപുരം. ഓക്കെ, ഇവിടെ ഒരു സൂപ്പ് വന്നിട്ടുണ്ട്. ഇത് നോക്കിയേ, ഇതൊരു പാക്കറ്റിൽ ചിങ്സ്. ഓക്കെ, അതൊരു പൊട്ടിച്ചിട്ട് തരും. ഇനി ഹോട്ട് വാട്ടർ. ഇത് നമ്മുടെ വന്ദേ ഭാരതി കൊടുക്കുന്ന പോലത്തെ സൂപ്പാണെന്ന് തോന്നുന്നു. സൂപ്പ് സ്റ്റിക്സ് ഉണ്ടോ? അത് തന്നെ കേട്ടോ, ഇവർ കോപ്പി അടിച്ചു. ചൂടുവെള്ളം ഒഴിച്ചു. ഹോട്ട് വാട്ടർ. ഇത് ഇളക്കി റെഡിയാക്കി കഴിഞ്ഞാൽ സംഭവം റെഡി. ഇൻസ്റ്റൻറ്റ് സൂപ്പാണ് മിക്സ്. ഇനി നമ്മൾ ഇതിൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടുന്നെങ്കിൽ ബട്ടറും കൂടി ഇടണം. അപ്പോൾ എനിക്ക് ഡിന്നറെല്ലാം ഇൻക്ലൂസീവ് ആണല്ലോ നമ്മുടെ ടിക്കറ്റിൽ. 9 മണിക്ക് ഡിന്നർ സെർവ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഒരു 8 മണിയായുള്ളൂ. ഇപ്പോഴേ സൂപ്പ് ഉണ്ടു. എനിക്ക് ബട്ടറും കൂടി ഇടുമ്പോഴാണ് ഭയങ്കര ഇഷ്ടം. ബ്രെഡ് സ്റ്റിക്സ് വെച്ച് തന്നെ ബട്ടർ. അങ്ങനെ ഡിന്നർ ചൂട് സൂപ്പിൽ നിന്ന് ആരംഭിക്കും. വാഹനം മുന്നോട്ട് പോയിക്കൊണ്ട് ഒരു കാര്യം കാണാൻ പറ്റുന്നില്ല. കാര്യം ഡാർക്ക്. ഇത് ഫുൾ AC ആയതുകൊണ്ട് അവരിത് തുറക്കാൻ പറ്റുന്ന ജനലുമല്ലല്ലോ. എൻ്റെ സഹയാത്രികർ 10:30 മണിക്ക് വരുള്ളൂ. അവർ എറണാകുളത്ത് നിന്നാണ് കയറുന്നത്. ഞാനിപ്പോൾ ഇച്ചിരി ഫ്രീ ആയിട്ടിരിക്കും. ഓക്കെ,
നൈസ്, ഇറ്റ്സ് ഗുഡ്. ഗാർലിക്കിൻ്റെ പീസസ് എല്ലാം കിടക്കുന്നുണ്ട് കേട്ടോ. ഇറ്റ്സ് വെരി നൈസ്. ഇപ്പോൾ ഹോം അവേ ഫ്രം ഹോമാണ്. ഇപ്പോൾ അതൊരു വീടാക്കി മാറ്റിയിരിക്കുക. സൂപ്പൊക്കെ കുടിച്ച് സമാധാനമായിട്ട് ഡിന്നർ കഴിക്കും. താങ്ക് യു. അങ്ങനെ മച്ച് വെയിറ്റഡ് ഡിന്നർ എത്തിക്കഴിഞ്ഞു. കറക്റ്റ് 9 മണിയായപ്പോൾ കൊണ്ടുവന്നു. അപ്പോൾ വെജാണോ നോൺ വെജാണോ എന്ന് പറയും. ഇതെല്ലാം നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂസീവാണ്. ഓക്കെ, നോൺ വെജ് മീലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കാണിച്ചു തരാം എന്തൊക്കെയാണെന്ന് നോക്കാം. ദിസ് ഇസ് ഓക്കെ, ദിസ് പുലാവ്. ദാലായിരിക്കും. യെസ്, ദാൽ. കാര്യം, ഓ മൈ ഗോഡ്, ചെറിയ കുലുക്കമുണ്ട്, വാഹനം അനങ്ങുന്നു. ദിസ് ഇസ് റോട്ടി ഓർ ചപ്പാത്തി. യെസ്, ചപ്പാത്തി ഉണ്ട്. അപ്പോൾ അതിനുള്ള ദാലാണ്. പ്ലസ് തണുക്കണ്ട, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. മീൽസ് ഓൺ വീൽസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ നൈസ്, ഒരു ഐഡിയ. മീൽസ് ഓൺ വീൽസ്. പിന്നെ ഓഹോ, മൈ ഫേവറേറ്റ് സ്വീറ്റ് ഗുലാബ് ജാമുൻ. മൈ ഗോഡ്, അത് ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സംഭവമായി പോയി. സർപ്രൈസ്. അത്ര എക്സ്പെക്ട് ചെയ്തില്ല. നല്ല ഫുഡാണല്ലോ, നോട്ട് ബാഡ്. ഇത് ഓക്കെ, ബിണ്ടി സബ്ജി. ഏതൊരു ബിണ്ടി വെച്ചിട്ടൊരു സബ്ജി. ദഹി ഉണ്ട്, അതെൻ്റെ ഫേവറേറ്റാണ്. പിന്നെ അതുപോലെ മിക്സ്ഡ് പിക്കിൾ ഉണ്ടാവും, നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. ദിസ് ഇസ് ഉപ്പുണ്ട്, എക്സ്ട്രാ സോൾട്ട് വേണമെങ്കിലുണ്ട്. ഇതിനകത്ത് എന്താ, ഇതാണ് ചിക്കൻ കറി. ഓ നോ, ഞാൻ വെച്ച് വെള്ളം പോലെ ഇരിക്കുന്നു കഴിച്ചല്ല, അത്ര കുഴപ്പമില്ല, അത്യാവശ്യം നൈസാണ്. ഓക്കെ, അവരൊരു സ്പൂൺ, ഡിസ്പോസിബിൾ സ്പൂൺ അല്ലാത്തൊരു സ്പൂണാണ് തന്നിരിക്കുന്നത്, നോക്കിക്കോളൂ. ഓ, നിറച്ചുണ്ടല്ലോ ചിക്കൻ, ബോൺലെസ് ചിക്കൻ. നല്ല കുലുക്കം, വണ്ടി സ്പീഡിൽ പോകാമെന്ന് തോന്നുന്നു, ഭയങ്കര ഓട്ടം. ഓക്കെ, ആൻഡ് ദഹി പാർട്ട് എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഈ ദഹി ഇഷ്ടമാണ്. അമുലിൻ്റെ കറക്റ്റ് പുളിയും ആ ഒരു ക്രീമി ടെക്സ്ചറൊക്കെ ആയിട്ട് വരും. ഞാനെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ആ ദഹിയിൽ ഈ അച്ചാറും കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കും. വിച്ച് ഇസ് മൈ ഫേവറേറ്റ് ഏരിയ. അപ്പോൾ ചപ്പാത്തിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇങ്ങനെ കഴിക്കുന്നതിലൊരു സുഖമുണ്ടല്ലേ, നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വ്യത്യാസമായിട്ട്. ദാലൊന്ന് കലക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ആവശ്യത്തിന് തിക്നെസ് കിട്ടും. സാധാരണ ഈ നോർത്ത് ഇന്ത്യൻസൊക്കെ നിറയെ ദാൽ കഴിക്കുന്ന ആൾക്കാർ, അവരിങ്ങനെ ചിക്കൻ നിറയെ പീസൊക്കെ ഉണ്ട്. കൊള്ളാം കേട്ടോ, ടേസ്റ്റി. ഓ അടിപൊളി, നല്ല എരിവുണ്ട്. ഇപ്പോൾ ഡിന്നർ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നല്ല ട്രെയിനിലൊക്കെ കുറവാണ് നല്ല ഫുഡ്, പക്ഷേ ഇത് നല്ല രാജധാനി ഗുഡ്. ചില ആൾക്കാർ, എസ്പെഷ്യലി നോർത്ത് ഇന്ത്യൻസൊക്കെ ദാലായിട്ടാണ് ഇങ്ങനെ കുടിക്കും. പണ്ടൊക്കെ സബ്ജി കാണിച്ചു തരാം. പുലാവ് എങ്ങനെയുണ്ട് നോക്കട്ടെ. ഓക്കെ, വെണ്ടയ്ക്കയും കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. ചപ്പാത്തി എത്ര എണ്ണ നോക്കട്ടെ. ഓക്കെ, 2 ബിഗ് ചപ്പാത്തീസ്. അത് കഴിക്കുമ്പോൾ തന്നെ വേറെ നിറയും, നോ ഡൗട്ട്. ബോൺലെസ് ചിക്കൻ. ഭക്ഷണം കഴിച്ച് ഒരു സൈഡിൽ നിന്ന് തീർത്തു. ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞു, ചിക്കനും കഴിച്ചു, ദാൽ കുറച്ച് കഴിച്ചു, റൈസ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തു, അത്ര മതി, എനിക്ക് ഇത്ര കഴിക്കാൻ പറ്റുന്നുള്ളൂ. ബിണ്ടിയും കുറച്ച് കഴിച്ചു. ഇനി നമ്മുടെ തൈരിലേക്ക് കിടക്കാം. കുറച്ച് അച്ചാറും കൂടി മിക്സ് ചെയ്തിട്ട്, ഇതെൻ്റെ ഫേവറേറ്റ് പാർട്ടാണ്. അധികം പുളിയില്ലാത്ത തൈരാണ്. ഉപ്പ് വേണമെങ്കിൽ സെപ്പറേറ്റ് ചേർക്കാം. നോക്കട്ടെ, വിത്ത് അച്ചാറാണ് നല്ല കോമ്പിനേഷൻ. അടിപൊളി. ഓക്കെ, ഇതൊരു ഡിസേർട്ട് പോലെ കഴിക്കാം. സാധാരണ എനിക്ക് കടുകെണ്ണ ഇഷ്ടമില്ലാത്ത ആളാണ്. അപ്പോൾ ഈ അച്ചാറ് കുറച്ച് കടുകെണ്ണയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ബട്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. തൈരിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ അറിയില്ല.
ഐസ്ക്രീം കഴിക്കുന്ന പോലെ കഴിക്കും. വെരി നൈസ്. തൈരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് ഏറ്റവും ബെസ്റ്റാണ്, വയറിൻ്റെ, പ്രത്യേകിച്ച് ഗട്ട് ഹെൽത്ത്. പ്രോബയോട്ടിക്സ്. അല്ല, ഒരു ദിവസം 1 കപ്പ് തൈരെങ്കിലും നമ്മൾ കുടിച്ചിരിക്കണം. ഞാൻ ഇച്ചിരി ഉപ്പും കൂടി എക്സ്ട്രാ ചേർക്കുന്നു. ഞാനൊരു സോൾട്ടിൻ്റെ ആളാണ്. സോൾട്ടിൻ്റെ വേണ്ടാത്ത എല്ലാ ശീലങ്ങളും ഉണ്ട്. ഉപ്പ്, മധുരം. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഗുലാബ് ജാം. അപ്പോൾ ഇനി അടുത്ത സ്റ്റോപ്പ് എറണാകുളമാണ്. 10:30 അവിടെ എത്തും. അപ്പോഴത്തേക്കും നമ്മുടെ ഡിന്നറെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. ഇവിടുത്തെ 2 സീറ്റിലായിട്ട് ആൾക്കാർ വരും. അത് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ സമയമായി. ഒന്ന് ഫ്രഷായിട്ട് ബെഡെല്ലാം വിരിച്ച് കിടന്നുറങ്ങാം. 4:30 അലാറം വെച്ച് കിടക്കണം. ബിക്കോസ് ഒരു 5:15 നമ്മൾ മാംഗ്ലൂർ എത്തും. ഗോയിങ് ഫോർ ദ സ്വീറ്റ്. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ശരി, ഹാർഡാണെന്ന് തോന്നുന്നു. ഇത് അങ്ങനത്തെ ടൈപ്പാണ്. ഓക്കെ, വെരി നൈസ്. ഓവർ സോഫ്റ്റ് ആയിട്ടുള്ള ടൈപ്പല്ല, കുറച്ച് കോവയെല്ലാം കൂടുതൽ ചേർത്ത് ഉണ്ടാക്കുന്ന ടൈപ്പാണ്. വെരി നൈസ്, അടിപൊളി. ഒരു മധുരത്തിൽ അവസാനിപ്പിക്കുന്നു ഡിന്നർ. അപ്പോൾ ഒരു സാറ്റിസ്ഫാക്ടറി മീലാണ് ഡിന്നർ. കൊള്ളാം. രാജധാനി എക്സ്പ്രസ്സിലെ ഡിന്നർ. എനിക്ക് സത്യം പറഞ്ഞാൽ ഡിന്നർ മാത്രമേ കഴിക്കാനുള്ള ഭാഗ്യമുള്ളൂ. രാവിലെ നമ്മൾ ഇറങ്ങണം. ഈ ട്രെയിൻ ഡൽഹിയിൽ മറ്റന്നാൾ ഉച്ചയ്ക്ക് എത്തും, നിസാമുദ്ദീൻ സ്റ്റേഷനിൽ. അപ്പോൾ ഡൽഹി ട്രിപ്പാണെങ്കിൽ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്കലത്തെ ലഞ്ച്, വൈകുന്നേരം ഇങ്ങനെ റെപ്പറ്റീഷൻ കുറേ കഴിക്കാൻ പറ്റും. എനിക്കറിയില്ല ഫസ്റ്റ് ക്ലാസ്സിൽ മാത്രമേ ഉള്ളൂ, സെക്കൻഡ് എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണോ എന്നൊന്നും അറിയില്ല. ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ഫസ്റ്റ് AC-യിലെ എക്സ്പീരിയൻസാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഞാൻ ഈ ട്രെയിനിൽ പണ്ട് പോയിട്ടുണ്ട്, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കൂടെ. അന്നാണ് ഞാൻ രാജധാനിയിൽ പോയത്, രാജധാനി എക്സ്പ്രസ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. ഞാൻ പിന്നെ പോയിട്ടേ ഇല്ല. എന്നത് ഇപ്പോഴാണ് കയറുന്നത്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തായിരുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അന്നാണ് ഞാൻ രാജധാനി എക്സ്പ്രസ്സിൽ കയറുന്നത്. എത്ര വർഷമായി. ഫിനിഷ്ഡ്. അങ്ങനെ ഡിന്നർ മംഗളമായി തീർത്തിരിക്കുന്നു. ഇനി കൈയും വായെല്ലാം കഴുകി വൃത്തിയായിട്ട് തിരിച്ച് വന്നിട്ട് ബെഡൊക്കെ സെറ്റ് ചെയ്ത് കിടക്കും. ക്ലിയർ ചെയ്യാനായിട്ട് ആൾ വന്നു കഴിഞ്ഞു. ഇനി ഞാനൊന്ന് പോകട്ടെ. വെള്ളം കൂടി കൊണ്ടുപോകണം കേട്ടോ, വാ കഴുകാൻ. ഞാൻ പുറത്ത് എവിടെ പോയാലും നമ്മൾ ബോട്ടിലെ വെള്ളത്തിലാണ് വാ കഴുകുന്നത്. കൈ കഴുകുന്ന പൈപ്പിലായാലും കുഴപ്പമില്ല, വാ കഴുകാൻ ബോട്ടിൽ വെള്ളം ഞാൻ യൂസ് ചെയ്യും. എനിക്കൊരു സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുന്നു. നല്ല സൗകര്യമുണ്ട്. ഓൾ ഗുഡ്. ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോയി അടുത്ത കമ്പാർട്ട്മെന്റ്. ഓക്കെ, തിരിച്ചു പോകാം. അങ്ങനെ വാഷൊക്കെ കൈയെല്ലാം കഴുകി, വായെല്ലാം കഴുകി. ഇവിടെയൊക്കെ നോക്കിയാൽ നല്ല പ്രൈവസി അല്ലേ. പ്രസ്റ്റീജീസ്. അകത്തുള്ള ആൾക്കാർ ആരാണെന്ന് പോലും നമുക്കറിയില്ല. എല്ലാം ഒരു സെപ്പറേറ്റ് റൂം പോലെ തന്നെയാണ്. നൈസ്. നമ്മൾ കിടക്കാൻ സമയമാകുമ്പോഴത്തേക്കും റൂമൊക്കെ ലോക്ക് ചെയ്തിട്ട് കിടക്കാമല്ലോ, കുറച്ച് സേഫാണ്. ഗുഡ്. ഒരു സ്റ്റോപ്പ് എത്താറായി. സ്ലോ ചെയ്യും ഓരോരോ സ്റ്റേഷൻ എത്തുമ്പോൾ. കുറച്ചൊന്ന് ചില സ്ഥലത്ത് എത്തുമ്പോൾ ഒന്ന് കാണാം, ഇരുട്ടാണ്, അന്ധകാരം. ഇനി ഇതിന് കിടക്കാനുള്ള പ്ലാനിങ് എങ്ങനെയാ വെച്ചാൽ, ഓക്കെ, മൈ പില്ലോ. അവർ ഫ്രഷായിട്ടുള്ള പില്ലോ ഷീറ്റ്സൊക്കെ ചെയ്ത് കിട്ടും. ഒരിക്കലും പതിവില്ലാത്ത പോലെ ഞാൻ നേരത്തെ കിടക്കാൻ പോവാണ്. സാധാരണ വീട്ടിലൊരു 2 മണിയാകാതെ ഞാൻ ഉറങ്ങാറില്ല. ഇതിന് വേറെ ആക്ടിവിറ്റി ഒന്നും ഇല്ല. മറ്റത് കുടുംബങ്ങളുമായിട്ട് കുറേ ഉറങ്ങുന്നവരെ വീട്ടിൽ, പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ കുറച്ച് പരിപാടികളുണ്ടാവും. സോ ഇപ്പം ഇതെന്താ, ഇതിവിടെ 10 മണിയാകുമ്പോൾ കിടക്കുന്ന ലക്ഷണമാണ്. 4 മണിക്ക് എഴുന്നേക്കണം, 4:30. നല്ല വൃത്തിക്കൊരു കട്ടിലൊരുങ്ങി കഴിയും. ഒരു ബ്ലാങ്കറ്റ്, പുതയ്ക്കാൻ തന്ന ബ്ലാങ്കറ്റ് എടുത്ത് അതിൻ്റെ മുകളിൽ ആദ്യം മടക്കിയിട്ടു. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഷീറ്റ് വിരിച്ചു. അപ്പോൾ പെർഫെക്റ്റ്. ഇത് പുതയ്ക്കാനായിട്ട് എടുക്കാം. ബ്ലാങ്കറ്റിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഭയങ്കര കുളിരൊന്നുമില്ല ഇതിനകത്ത്, തണുപ്പാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ. അപ്പോൾ 10:30 മണിയാകുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ കൊച്ചിയിൽ, അതായത് എറണാകുളം സ്റ്റേഷനിലെത്തുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒക്കെ ആൾക്കാർ കയറും. അപ്പോൾ പിന്നെ ഞാനങ്ങ് ഉറങ്ങാം അതിന് മുന്നേ. അപ്പോൾ അവർ വന്നിട്ട് അവരവിടെ കിടക്കട്ടെ, ഒരു കുഴപ്പമില്ല. നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നില്ല. ഓക്കെ, സോ ദിസ് ഈസ് എ ഗുഡ് ഐഡിയ. ഒരു ഫേസ് ടവലും കൂടി തരും മുഖം അടയ്ക്കാനൊക്കെ. അപ്പോൾ എന്തായാലും ഒന്നുകൂടി അവിടെ വരെ പോയിട്ട് മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്കി
ഒന്നുകൂടെ ഫ്രഷ് ആയിട്ട് തിരിച്ച് വരാം, എന്നിട്ട് കിടന്നുറങ്ങാം. ഓക്കെ, ഇതാണ് പ്ലാൻ. 5:15 ആകുമ്പോൾ നമ്മുടെ ഈ ട്രെയിൻ രാജധാനി വിൽ റീച്ച് മാംഗ്ലൂർ സ്റ്റേഷൻ. അവിടെ നിന്ന് ഇറങ്ങുന്നു. ഒരു കാർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടുത്തെ ട്രാവൽസിൽ പറഞ്ഞിട്ട്. നമ്മളൊരു 4 ദിവസം ഷൂട്ടുണ്ട് അവിടെ പ്ലാനിൽ. ഈ 4 ദിവസത്തേക്കും കാർ ഇറങ്ങി. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് ഈ 4 ദിവസവും നമ്മളോടൊപ്പം കാണും. കുറച്ച് മലയാളമൊക്കെ അറിയുന്നൊരു ഡ്രൈവറെ വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊരു ഇന്നോവ കാറാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത്രയാണ് ജനറലി. ഹോട്ടൽ റൂമും ബുക്ക് ചെയ്തിട്ടുണ്ട്. മാംഗ്ലൂരിലെ കീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിൻ്റെ ഹോട്ടലിലാണ് നമ്മൾ ആദ്യത്തെ 2 ദിവസം. പിന്നെ ഉടുപ്പിയിൽ പോയിട്ട് അവിടെയും 2 ദിവസം വേറൊരു ഹോട്ടലിൽ. തിരിച്ച് അതിൻ്റെ അടുത്ത ദിവസം തിരിച്ച് മാംഗ്ലൂരിൽ വന്നിട്ട് ഇതേ ട്രെയിനിൽ ഉച്ചയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും യാത്ര തിരിച്ച്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഐറ്റിനറി. ഫ്രഷായി തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി ഉറങ്ങാൻ പോകും. ഓക്കെ, കിടക്കട്ടെ. ഐ എം ഗോയിങ് ടു സ്ലീപ്പ്. ഓക്കെ, അങ്ങനെ ഒരു രാജധാനി AC ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആഫ്റ്റർ സോ മെനി ഇയേഴ്സ് ഞാൻ രാജധാനി എക്സ്പ്രസ്സിൽ ട്രാവൽ ചെയ്യുന്നു. അതിൻ്റെ ഒരു നൊസ്റ്റു കൂടിയുണ്ട്. അന്ന് അച്ഛനമ്മമാരോടൊപ്പം. ഇപ്പം അല്ലാതെ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, എന്തായാലും എറണാകുളത്തേക്ക് 1.5 മണിക്കൂർ കൂടി. അപ്പോഴത്തേക്ക് ഞാൻ കിടന്നുറങ്ങും. പുതിയ ആൾക്കാർ ആരെന്നൊന്നും ഞാൻ അറിയാൻ പോകുന്നില്ല. ഞാൻ അപ്പോൾ പിന്നെ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്. ഇന്ന് നമ്മുടെ ട്രെയിൻ ഇച്ചിരി നേരത്താണ് എത്തുന്നത്. 5 മണിക്ക് മുന്നേ എത്തും സ്റ്റേഷനിൽ. 4:50 ഒരു 10-15 മിനിറ്റിൽ നമ്മൾ സ്റ്റേഷനിലെത്തും. ഓക്കെ, ഞാൻ ഓൾമോസ്റ്റ് ഇറങ്ങി നിൽക്കുവാണ്. ബാഗെല്ലാം എടുത്തു, എല്ലാം സെറ്റ്. എൻ്റെ കൂടെ ഉള്ളവരും ഒക്കെ റെഡിയാണ് ഇറങ്ങാൻ. ഓക്കെ, ഒരു 10 മിനിറ്റ്സിൽ നമ്മൾ മാംഗ്ലൂർ സ്റ്റേഷനിലെത്തും. വിളിച്ചാൽ പോരെ അല്ലേ? ഓക്കെ, ഒരു 5 മിനിറ്റേ നിർത്തുള്ളൂ കേട്ടോ. 5 മിനിറ്റ്സ് സ്റ്റേഷനിൽ. അതിനടിക്ക് ഇറങ്ങണം. വി ആർ റെഡി. ഇവിടെ എല്ലാം സൈലൻറ്റ്. പുറത്ത് ഇരുട്ട്. ട്രെയിൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ಪ್ರಯಾಣಿಕರೇ ದಯವಿಟ್ಟು ಗಮನಿಸಿ, ರೈಲು ಗಾಡಿ ಸಂಖ್ಯೆ 1, 2, 4, 3 ಮಂಗಳೂರು ಜಂಕ್ಷನ್ ಹಜರತ್ ನಿಜಾಮುದ್ದೀನ್ ರಾಜಧಾನಿ ಎಕ್ಸ್ಪ್ರೆಸ್ 1ರಲ್ಲಿ ನಿಂತಿದೆ. ഈ ട്രെയിൻ ഇനി നേരെ പോണത് നിസാമുദ്ദീൻ ഡൽഹി. അങ്ങനെ മാംഗ്ലൂർ സ്റ്റേഷനിൽ ഇറങ്ങി നടക്കുന്നു. ഇവിടെ കുറച്ച് പേര് ഇറങ്ങുന്നു, കുറച്ച് പേര് കയറുന്നു. 25 മിനിറ്റ്സ് ഏർലി ആയിട്ടാണ് ഈ ട്രെയിൻ ഓടിയെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം ഇവിടെ സ്റ്റേഷനിലുണ്ടാകും. ഓക്കെ, പുറത്തേക്ക് ഇറങ്ങാം. നമ്മളിപ്പോൾ ബുക്ക് ചെയ്ത ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെത്തി. അങ്ങനെ ഫൈനലി കീസ് ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ക്യൂട്ട് റൂം. ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയിട്ട് രസമുണ്ട്. ഒരു ഓഷ്യൻ വ്യൂ. ഓക്കെ, ഇനിയിപ്പോൾ റെസ്റ്റ് എടുക്കാനൊന്നും സമയമില്ല. ആകെ കഷ്ടിച്ചൊരു 2 മണിക്കൂർ കിട്ടിയാലായി. 7:30 കാറ് പിക്കപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുളിച്ച് ഫ്രഷ് ആകണം. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വിശേഷങ്ങളെല്ലാം മാംഗ്ലൂർ ആൻഡ് ദെൻ ഉടുപ്പി. അപ്പോൾ ഈ ജേർണി ഇവിടെ തുടങ്ങുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് മാംഗ്ലൂർ വിശേഷങ്ങളിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയ യാത്രാ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ആയിരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നാഥ് വ്ളോഗ്സ്. സ്റ്റേ ട്യൂൺഡ്. നമ്മുടെ മാംഗ്ലൂർ ആൻഡ് ഉടുപ്പി വ്ളോഗ്സ്. ബൈ.